ഒരിക്കൽ തെറ്റെന്ന് കരുതിയിരുന്നത് ഇന്ന് മനുഷ്യർ ശരിയെന്ന് അംഗീകരിച്ച് സ്വീകരിക്കുന്നു. ഒരിക്കൽ മനുഷ്യർ വെറുത്തിരുന്നത് ഇന്ന് സ്നേഹിക്കുന്നു. പണ്ട് ചെയ്യുവാൻ അറച്ചിരുന്ന കാര്യങ്ങൾ ഇന്ന് പരസ്യമായി യാതൊരു സങ്കോചവും കൂടാതെ മനുഷ്യർ ചെയ്യുന്നു. എന്നിട്ടും സമൂഹം അവരെ മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. മൂല്യശോഷണത്തിൻ്റെ പ്രകടമായ തെളിവുകളാണ് എല്ലായിടത്തും നാം കാണുന്നത്, ഇല്ലേ? ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നീതിയും ന്യായവും സമാധാനവും ഒക്കെയുള്ള രാജ്യം കെട്ടിപ്പടുക്കുവാൻ ഉള്ള ഭരണ സംവിധാനങ്ങൾ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉണ്ടെങ്കിലും ദിനം പ്രതി ധാർമ്മികമായി ലോകം അധംപതിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റും കാണപ്പെടുന്നത്. ദൈവത്താൽ ഭരിക്കപ്പെടുന്ന, ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന ദൈവരാജ്യത്തിൽ മാത്രമേ നിലനിൽക്കുന്ന നീതിയും സമാധാനവും സന്തോഷവും അനുഭവസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുമ്പോൾ വ്യക്തികളിലുണ്ടാകുന്ന അടിസ്ഥാനപരമായ മാറ്റമാണ് ദൈവരാജ്യത്തിൻ്റെ മനോഹാരിത. ആ രാജാവിൻ്റെയും രാജ്യത്തിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് ശ്രദ്ധിക്കാം. യെശയ്യാപ്രവചനം 32, 33 അധ്യായങ്ങൾ. യെശയ്യാപ്രവചനം 1 മുതൽ 35 വരെയുള്ള അധ്യായങ്ങളുടെ ചിന്താവിഷയം ന്യായവിധിയാകുന്നു എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിൽ തന്നെ 13 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയം ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങളുടെ മേൽ വരുവാൻ പോകുന്ന ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് നാം കണ്ടു. 24 മുതൽ 35 വരെയുള്ള അധ്യായങ്ങളിൽ നാം പുതിയ ഒരു ഭാഗത്തേക്കാണ് പ്രവേശിക്കുന്നത്. അവിടെയും ന്യായവിധിയാകുന്നു വിഷയം. എന്നാൽ അത് ഇനിയും ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഭാഗം വെളിപ്പാട് പുസ്തകം പോലെ അന്ത്യകാല സംഭവങ്ങളാണ് പ്രവാചകനിലൂടെ ദൈവം അറിയിക്കുന്നത് എന്ന് ചുരുക്കം. അതിൽ തന്നെ 28 മുതൽ 35 വരെയുള്ള അധ്യായങ്ങളിൽ യെശയ്യാപ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്തോ അതിനടുത്തോ സംഭവിക്കുവാൻ പോകുന്ന വിഷയങ്ങളാണ് പ്രവചിക്കുന്നത്. ഇതിനോടകം അതെല്ലാം നിറവേറ്റപ്പെട്ട് കഴിഞ്ഞു. ഈ ഭാഗത്തും 6 ശാപങ്ങളെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ഒന്നാമത്തെ ശാപം എഫ്രീമിനോടാണ് പറഞ്ഞത്. 2ഉം 3ഉം ശാപങ്ങൾ യെരുശലേമിന് നേരെയാകുന്നു. ദൈവം കാണുന്നില്ല, അറിയുന്നില്ല എന്നതുപോലെ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വരുന്ന ശാപം ഒന്നും, അങ്ങനെ ആയിരുന്നിട്ടും തങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വരുന്ന ശാപം മറ്റൊന്നും. ഇനി 4ാമത്തെ ശാപം സഹായത്തിനായി മിസ്രൈമിനെ ആശ്രയിക്കുവാൻ പോകുന്നവർക്ക് വരുവാൻ പോകുന്ന മുന്നറിയിപ്പാണ്. 5ാമത്തെ ശാപം ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യ സഹായം തേടിപ്പോകുന്നവർക്കാണ്. ഈ 32ാം അധ്യായം 5ഉം 6ഉം ശാപങ്ങൾക്കിടയിൽ കാണുന്ന ഒരു വെള്ളി വെളിച്ചമെന്ന് ഞാൻ പറയും. അന്ധകാര നിബിഡമായ ആ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ ജനത്തിനുള്ള ഒരു പ്രകാശരേഖയാണ് ഈ 32ാം അധ്യായത്തിൽ നാം കാണുന്നത്. യെശയ്യാപ്രവചനം 32ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഓരോരുത്തൻ കാറ്റിനൊരു മറവും പിശറിന് ഒരു സങ്കേതവുമായി വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്തൊരു വമ്പാറയുടെ തണൽ പോലെയും ഇരിക്കും. കാണുന്നവരുടെ കണ്ണ് ഇനി മങ്ങുകയില്ല, കേൾക്കുന്നവരുടെ ചെവി ശ്രദ്ധിക്കും. അവിവേകികളുടെ ഹൃദയം പരിജ്ഞാനം ഗ്രഹിക്കും. വിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും. ഭോഷനെ ഇനി ഉത്തമൻ എന്ന് വിളിക്കയില്ല, ആഭാസനെ മഹാത്മാവെന്ന് പറയുകയുമില്ല. നാം ഇവിടെ വായിച്ചൊരു രാജാവ് നീതിയോടെ ഭരണം നടത്തും എന്ന്. ആ രാജാവ് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. നീതിയാണ്
ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകത. ഇന്ന് വരെ ലോകത്തിൽ യഥാർത്ഥമായ നീതിയോടുകൂടിയ ഒരു ഭരണം ഉണ്ടായിട്ടില്ല സുഹൃത്തെ. ഈ ഭാഗം ഭാവിയിൽ യേശുക്രിസ്തു രാജാവായി ഭൂമിയിൽ ഭരണം നടത്തുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോഴായിരിക്കും പൂർണ്ണമായി കർത്താവിൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകതകൾ വെളിപ്പെടുകയും പൂർത്തിയാകുകയും ചെയ്യുന്നത്. എന്നാൽ ഇന്നും ഇത് വ്യക്തികളുടെ ജീവിതത്തിൽ പ്രായോഗികമാണ്. യേശു കർത്താവ് വ്യക്തികളുടെ ജീവിതങ്ങളിൽ കർത്താവായി ഭരണമേറ്റെടുക്കുമ്പോൾ മാത്രമേ വ്യക്തികളിൽ യഥാർത്ഥമായ വ്യതിയാനം, രൂപാന്തരം നമുക്ക് കാണുവാൻ കഴിയൂ. കർത്താവ് രാജാവാകുന്നു എന്ന് മാത്രമല്ല, അവൻ രക്ഷകനായ രാജാവുമാകുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നു എന്ന് റോമാലേഖനത്തിൽ നാം വായിക്കുന്നു. പാപം ചെയ്യുന്ന ദേഹി അത് മരിക്കും എന്ന് പ്രവാചകൻ പ്രവചിച്ചു. അതാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നിയമം. യേശു കർത്താവ് പാപത്തിൻ്റെ ശിക്ഷ നമുക്ക് വേണ്ടി സഹിച്ചു. നാം മരിക്കേണ്ട സ്ഥാനത്ത് അവിടുന്ന് നമുക്ക് വേണ്ടി മരണം വരിക്കുകയാണ് ചെയ്തത്. അവിടുന്ന് നമ്മുടെ സുരക്ഷിതമായ പാറയാകും. യെശയ്യാ പ്രവചനം 26-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ എന്നാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ ഇന്നും അഭയസ്ഥാനമാണ്. അവനിൽ വിശ്വസിക്കുന്നവർ സുസ്ഥിരമായ പാറമേലാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. കർത്താവ് യഥാർത്ഥമായി ജീവിതത്തിൽ സ്ഥാനമേറ്റെടുക്കുമ്പോൾ ജനത്തിന് ആത്മീയമായ തിരിച്ചറിവ് ലഭിക്കുന്നു. ഇതത്ര 3-ാം വാക്യം പറയുന്നത്. കാണുന്നവരുടെ കണ്ണ് ഇനി മങ്ങുകയില്ല, കേൾക്കുന്നവരുടെ ചെവി ശ്രദ്ധിക്കുമെന്ന്. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും എന്ന് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ഭരണം ഏറ്റെടുക്കുമ്പോൾ വ്യക്തികളുടെ ജീവിതത്തിൽ യഥാർത്ഥ ആത്മീയ മൂല്യങ്ങൾ വെളിപ്പെട്ടു വരും. മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന ലഭിക്കുകയും ചെയ്യും. നമ്മുടെ സമൂഹത്തിലെ വലിയ പ്രശ്നങ്ങളിലൊന്ന് നമുക്ക് ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സ്കൂളിൽ പഠിപ്പിക്കുന്ന ഈ പരിണാമ സിദ്ധാന്തത്തിൽ നിന്നും മനുഷ്യർ പഠിക്കുന്നത് എന്താണ്? മനുഷ്യൻ മൃഗത്തിൽ നിന്നും ഉണ്ടായി വന്നു എന്നത്രേ. അതെ, ഈ സിദ്ധാന്തത്തെ ശരിയെന്ന് തെളിയിക്കുന്ന സ്വഭാവമാണ് മനുഷ്യരിൽ ഇന്ന് നാം കാണുന്നതല്ലേ. അതുകൊണ്ട് തന്നെ പലപ്പോഴും തർക്കിക്കുവാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം നമുക്കുണ്ടാകുന്നു. ധാർമ്മിക മൂല്യങ്ങൾ വേണ്ടതുപോലെ പഠിപ്പിക്കുന്നില്ല. ക്രമസമാധാനവും ധാർമ്മികതയുമൊക്കെ വേണമെന്ന് താങ്കൾ പറഞ്ഞാൽ തീർന്നു. താങ്കൾ അങ്ങനെ പറയുമ്പോൾ തന്നെ പഴഞ്ചനാകും. ഇന്നത്തെ കാലത്ത് ഇത് വല്ലതുമാണോ വേണ്ടത് എന്നതുപോലെയാണ് പലരും ഇത് കേൾക്കുന്നത്. ആ പഴഞ്ചൻ പ്രമാണങ്ങളൊന്നും നാം ശ്രദ്ധിക്കേണ്ടതില്ല എന്നാണ് പച്ചപ്പരിഷ്കാരികളെന്ന് സ്വയം അഭിമാനിക്കുന്ന കുടില മനസ്സുള്ളവരുടെ ഭാവം. ഓർക്കണം സുഹൃത്തെ, ഈ പഴഞ്ചൻ എന്ന് നാം ചിന്തിക്കുന്നത് ഭാവിയിലും യാഥാർത്ഥ്യമാകുന്ന ഒന്നാകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കാരണം നീതിയോടെ ഭരണം നടത്തുന്ന രാജാവായ ക്രിസ്തു ഭൂമിയിൽ ഭരണമേറ്റെടുക്കുമ്പോൾ ധാർമ്മിക മൂല്യങ്ങൾക്ക് വീണ്ടും വില കൽപ്പിക്കപ്പെടും. ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൂർണ്ണമായ നിവൃത്തി അന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. 5-ാം വാക്യത്തിൽ നാം കണ്ടു, ഭോഷനെ ഇനി ഉത്തമൻ എന്ന് വിളിക്കയില്ല, ആഭാസനെ മഹാത്മാവെന്ന് പറയുകയുമില്ല എന്ന്. ഭോഷന്മാരെ ഉത്തമൻ എന്ന് വിളിക്കുന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആഭാസന്മാർ സമൂഹത്തിൽ മാന്യരായി ജീവിക്കുന്നു. 4 പേരെ ചിരിപ്പിക്കാൻ കഴിവുണ്ടോ? എന്നാൽ എന്തുമാകാം എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ കർത്താവ് ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ അതിന് വ്യത്യാസമുണ്ടാകും. ഒരു വ്യക്തി യഥാർത്ഥമായി താനായിരിക്കുന്ന നിലയിൽ തന്നെ കാണപ്പെടുകയും വില കൽപ്പിക്കപ്പെടുകയും ചെയ്യും എന്നാണ് അർത്ഥം. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യഹൃദയം വളരെ ദുഷ്ടത നിറഞ്ഞ ഒന്നാണ്. അന്ന് സകല കാര്യങ്ങളും അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ കാണപ്പെടും. കർത്താവിൻ്റെ ഭരണസമയത്ത് കപടഭക്തിക്കോ പുറംപൂച്ചിനോ അന്ന് സ്ഥാനമില്ല. കർത്താവ് നീതിയോടെ ഭരിക്കുമ്പോഴത്തെ അവസ്ഥയത്ര ഇത്. എന്നാൽ കർത്താവ് ഭരണം ഏറ്റെടുക്കും മുമ്പ് കഷ്ടതയുടെ അഥവാ പീഡനത്തിൻ്റെ ഒരു കാലം ഉണ്ടായിരിക്കുമെന്നത്രേ
തുടർന്നുള്ള ഈ അധ്യായത്തിൻ്റെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് വേദപുസ്തകം മഹാപീഡനകാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 32-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഒന്ന് ശ്രദ്ധിച്ചാട്ട് 9 മുതൽ 11 വരെ. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ, എഴുന്നേറ്റെൻ്റെ വാക്ക് കേൾപ്പീൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, എൻ്റെ വചനം ശ്രദ്ധിപ്പീൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, ഒരാണ്ടും കുറേ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും. മുന്തിരിക്കൊയ്ത്ത് നഷ്ടമാകും, ഫലശേഖരമുണ്ടാകുകയുമില്ല. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പീൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവിൻ. വസ്ത്രം ഉരിഞ്ഞ് നഗ്നരാകുവിൻ. അരയിൽ രട്ട് കെട്ടുവീൻ. ഇത് ഭയാനകമായിരിക്കുന്നു, ഇല്ലേ? വിചിത്രമായിരിക്കുന്നു വാസ്തവത്തിൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? സാധാരണയായി സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ അധികം അപകടങ്ങളെ മുൻകൂട്ടി കാണുവാനുള്ള കഴിവ്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അതേ സുഹൃത്തെ, മറ്റുള്ളവരുമായി ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകച്ചവടമോ ഒരുമിച്ചുള്ള എന്തെങ്കിലും പരിപാടിയോ തുടങ്ങുന്നതിന് മുൻപായി ആ പങ്കാളിയെക്കുറിച്ച് താങ്കളുടെ ഭാര്യയുടെ അഭിപ്രായം ചോദിച്ചറിയുന്നത് വളരെ നല്ലതാണ്. ആ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ശരിയായി വിലയിരുത്തുവാൻ അവളാണ് മിടുക്കി. പലപ്പോഴും സ്വന്തം ഇഷ്ടപ്രകാരം ചെന്ന് ചാടിയ കൂട്ടുകെട്ടിൽ താങ്കൾക്ക് അബദ്ധം പറ്റിയിട്ടില്ലേ? അതുകൊണ്ട് താങ്കളുടെ ജീവിത പങ്കാളിക്ക് ആ കച്ചവടക്കാരനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ അവസരം കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. എന്നിട്ടാകാം ആ പുതിയ പങ്കാളിത്തം അല്ലെങ്കിൽ കൂട്ടുകെട്ട്. പ്രത്യേകിച്ചും സ്വഭാവത്തെ സംബന്ധിച്ചുള്ള അവളുടെ ആ നിഗമനം തെറ്റാനിടയില്ല. എന്നാൽ മഹാപീഡന കാലത്തിന് മുമ്പ് സ്ത്രീകൾക്ക് അപകടത്തെ മുൻകൂട്ടി അറിയുവാനുള്ള കഴിവ് നഷ്ടമാകുമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് വരുവാനിരിക്കുന്ന ന്യായവിധിയെ കാണുവാൻ കഴിയാത്ത വിധം സ്ത്രീകൾ പോലും അന്ന് വളരെയധികം സുഖലോലുപതയിൽ ജീവിതം നയിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇനി ഞാൻ 15-ാം വാക്യം വായിക്കാം. 32-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ, അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ത്യദിനങ്ങളിൽ ആത്മാവിനെ വാഗ്ദാനം ചെയ്തിരിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തു ഭരണം നടത്തുന്ന 1000 ആണ്ട് വാഴ്ചയിൽ ആത്മാവിനെ പകരും. 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ആ സംഭവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് പറയുന്നത്. അന്ന് അനുഗ്രഹത്തിൻ്റെയും ജനം ക്രിസ്തുവിങ്കിലേക്ക് തിരിഞ്ഞു വരുന്നതിൻ്റെയും വലിയ സമയമായിരിക്കും. അന്ന് ക്രിസ്തു ആളത്വമായി ഭൂമിയിൽ ഭരണം നടത്തുന്ന സമയമായിരിക്കുമെന്ന് ഓർക്കണം. എല്ലാ മുഴങ്കാലും അന്ന് അവൻ്റെ മുമ്പിൽ മടങ്ങുമെന്നല്ല അതിൻ്റെ അർത്ഥം. അത് പിന്നീട് നടക്കുവാൻ പോകുന്ന കാര്യമാണ്. യോവേൽ പ്രവാചകൻ ഇപ്രകാരം സൂചിപ്പിച്ചിട്ടുണ്ട്. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം വാക്യങ്ങളിൽ. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഇത് ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യമാണ്. പുതിയ നിയമത്തിൽ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ യോവേൽ പ്രവചനത്തിൽ നിന്ന് പത്രോസ് അപ്പോസ്തലൻ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. യോവേൽ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് പെന്തക്കോസ്ത് എന്നല്ല പത്രോസ് പറഞ്ഞത്, ശ്രദ്ധിക്കണം. പിന്നെയോ പെന്തക്കോസ്ത് യോവേൽ പ്രവാചകൻ പറഞ്ഞത് പോലെയുള്ള കാര്യമാണ് എന്നത്ര പത്രോസ് പറഞ്ഞത്. ഭാവിയിൽ കർത്താവിൻ്റെ ഭരണകാലത്ത് നടക്കുവാനിരിക്കുന്നത് പോലെയുള്ള കാര്യമാണ് പെന്തക്കോസ്ത് ദിവസം സംഭവിച്ചത് എന്നത്രേ പത്രോസ് പറയുന്നത്. യോവേൽ പ്രവാചകനും പത്രോസും വിവരിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വാഴ്ചക്കാലത്ത്, 1000 ആണ്ട് വാഴ്ചക്കാലത്ത് കർത്താവ് തൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരുമ്പോൾ നിവൃത്തിയാക്കപ്പെടും. പെന്തക്കോസ്ത് നാളിൽ അത് കുറച്ച് പേരുടെ മേൽ മാത്രമേ പകർന്നുള്ളൂ, ഇല്ലേ? എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ നടക്കുന്നത് പോലെയുള്ള സംഭവമായിരുന്നു അത്. അതിൻ്റെ ഒരു മുന്നോടിയായി യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം.
യോവേൽ 2:30-31. അവിടെ വായിക്കുന്നത്, ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. ഈ അടയാളങ്ങൾ ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ഉണ്ടോ? ഇന്ന് ഈ പ്രവചനം നിവൃത്തിയാക്കപ്പെടുകയല്ല ചെയ്യുന്നത്. ഇത് പെന്തക്കോസ്ത് ദിവസത്തിലും നിവൃത്തിയായില്ല. ഇത് ഞാൻ പറയുമ്പോൾ പലരും സംശയദൃഷ്ടിയാൽ നോക്കാറുണ്ട്. എന്നോട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അല്പം ഒന്ന് ചിന്തിച്ചേ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തുമ്പോൾ ഇത് പെന്തക്കോസ്ത് ദിവസത്തിലും നിവൃത്തിയായില്ല. ഇന്നും അത് സംഭവിക്കുന്നില്ല. ഭാവിയിലേക്കാണ് ഈ പ്രവചനം നോക്കി പാർക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ ഭരണം ഏറ്റെടുക്കുന്ന ദിവസത്തിന് വേണ്ടി അതിൻ്റെ മുന്നോടിയായി നടന്ന ചില സംഭവങ്ങളാണ് പെന്തക്കോസ്ത് നാളിലും മറ്റും നാം കാണുന്നത്. ഒരു നല്ല ഭാവിയിലേക്ക് നോക്കി പാർക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് ക്രിസ്തു ജനങ്ങളിൽ രാജാവായി വാഴുവാൻ ആഗ്രഹിക്കുന്നു. ഇനി നമുക്ക് 33-ാം അധ്യായം കൂടി പഠിക്കാം. ഈ 33-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. സാഹസം അനുഭവിക്കാതെ സാഹസം ചെയ്യുകയും നിന്നോടാരും ദ്രോഹം പ്രവർത്തിക്കാതെ ദ്രോഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് അയ്യോ കഷ്ടം. നീ സാഹസം ചെയ്യുന്നത് നിർത്തുമ്പോൾ നിന്നെയും സാഹസം ചെയ്യും. നീ ദ്രോഹം പ്രവർത്തിക്കുന്നത് മതിയാക്കുമ്പോൾ നിന്നോടും ദ്രോഹം പ്രവർത്തിക്കും. എൻ്റെ ജനത്തോട് സാഹസം പ്രവർത്തിക്കുന്നവർക്കെതിരായി ഞാനും സാഹസം പ്രവർത്തിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ദൈവജനത്തിന് പലപ്പോഴും പീഡനങ്ങളും എതിർപ്പുകളും ഉപദ്രവങ്ങളും ഒക്കെ സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. യെശയ്യാപ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന സാഹസം ചെയ്യുന്നവൻ ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് യെരുശലേമിനെതിരായി വന്ന അശൂര്യ രാജാവായ സെൻഹരീബാണ്. എന്നാൽ ഈ അധ്യായം അശൂരിനെക്കുറിച്ചുള്ള സൂചന മാത്രം ഉൾക്കൊള്ളുന്ന പരിമിതമായ ഒന്നല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. തൻ്റെ ജനത്തിനു വേണ്ടി താൻ പ്രതികാരം ചെയ്യുമെന്നാണ് ദൈവം പറയുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഇത് നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി നിയമമാകുന്നു. ഗോതമ്പ് മണി വിതച്ചാൽ ഗോതമ്പ് തന്നെ ആയിരിക്കും കൊയ്യുന്നത്. നെൽവിത്ത് വിതച്ചാൽ നെല്ല് തന്നെ കൊയ്തെടുക്കും. യവമാണ് വിതയ്ക്കുന്നതെങ്കിൽ യവൻ തന്നെ കൊയ്യും. ഗോതമ്പ് വിതച്ച് നെല്ല് കൊയ്യുവാൻ കഴിയുകയില്ല. സാഹസം ചെയ്യുന്നവൻ അത് തന്നെ അനുഭവിക്കേണ്ടി വരും. ഓർത്തോ, ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ ദുഷ്ടത അനുഭവിക്കും. ഈ പ്രമാണമാണ് ദൈവം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഉടനടി തങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം ഇവിടെ അനുഭവിക്കുന്നതായി നാം കാണുന്നില്ല എന്നതുകൊണ്ട് എന്തുമാകാമെന്ന് മനുഷ്യർ ചിന്തിക്കുന്നു. അതാണ് ഇന്നത്തെ പ്രശ്നം. അതുകൊണ്ട് ദുഷ്ടത പ്രവർത്തിച്ച് തങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ മുൻപോട്ട് പോകാമെന്ന് അനേകർ ചിന്തിക്കുന്നു. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നത്, തൻ്റെ ജനത്തോട് സാഹസം പ്രവർത്തിക്കുന്നവർക്കെതിരായി താൻ പ്രവർത്തിക്കുമെന്നത്രേ. തങ്ങളുടെ കാര്യം നോക്കുന്നതിനോ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനോ ആരുമില്ല എന്ന് അനേകം പാവപ്പെട്ട ദൈവമക്കൾ ചിന്തിക്കാറുണ്ട്. ലോകപ്രകാരം തങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ ആളുകൾ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് മറ്റുള്ളവർ അവരെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ദൈവവചനം ആദ്യോടന്തം പരിശോധിക്കുന്ന പക്ഷം ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതായി കാണുവാൻ കഴിയും. ഇവിടെയും പറയുന്നത് അതുതന്നെയാണ്. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് ദൈവം പറയുന്നു. അക്കാരണത്താൽ നാം നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിൽ ഭരമേൽപ്പിക്കുകയാണ് വേണ്ടത്. അവൻ വേണ്ടതുപോലെ അത് കൈകാര്യം ചെയ്തുകൊള്ളും. നമുക്ക് അവനിൽ വിശ്വസിക്കുവാൻ സാധിക്കും. നാം അതിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കരുത്. അങ്ങനെ വരുമ്പോൾ നാം കൂടുതൽ അത് കുഴയ്ക്കുക മാത്രമേ ചെയ്യൂ. ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമ്മളെക്കാൾ നല്ലവണ്ണം ദൈവം നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്നു. നമ്മുടെ ആവശ്യം അവൻ അറിയുന്നു. നമ്മുടെ കഷ്ടതകളും പ്രയാസങ്ങളും അവൻ നല്ലവണ്ണം അറിയുന്നവനാണ്. യെരുശലേമിന് എതിരായി സാഹസം ചെയ്യുന്ന അശൂര്യ രാജാവായ സൻഹെരീബിനോട് താൻ പ്രതികാരം ചെയ്തു കൊള്ളാമെന്നാണ് ദൈവം ഇപ്പോൾ പ്രവാചകനിലൂടെ പറയുന്നത്. ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ കാത്ത് പരിപാലിച്ചു കൊള്ളും എന്ന്.
രണ്ടാം വാക്യം നോക്കിക്കാട്ടെ, 33:2. യഹോവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. രാവിലെ തോറും നീ അവർക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയും ആയിരിക്കണമേ. ഇവിടെ ഭാവിയിൽ ദൈവജനത്തിൻ്റെ ശേഷിപ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നാം വായിച്ചത്. അത്യുന്നതനും സർവശക്തനുമായ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യം ഏറ്റെടുത്ത് നടത്തും. യഹോവേ, കഷ്ടകാലത്ത് നീ ഞങ്ങൾക്ക് രക്ഷയായിരിക്കണമേ എന്നവർ ദൈവത്തോട് നിലവിളിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നമ്മുടെ കഷ്ടതകളിൽ നമ്മോട് ഏറ്റവും അടുത്തിരുന്ന, നമ്മെ ഏറ്റവും ആശ്വസിപ്പിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവിടുത്തെ സാന്നിധ്യം ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ? താങ്കളുടെ പ്രശ്നങ്ങളിൽ, താങ്കളുടെ പ്രതിസന്ധികളിൽ ദൈവം താങ്കളോട് കൂടെയുണ്ട് എന്ന ഉറപ്പ് താങ്കൾക്കുണ്ടോ? ആരുണ്ട് എന്നെ സഹായിപ്പാൻ എന്ന് ചില അവസരങ്ങളിൽ ചിന്തിച്ചു പോയിട്ടില്ലേ? വിചാരപ്പെട്ടു പോയിട്ടില്ലേ? സർവശക്തനായ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന്. യെശയ്യാപ്രവചനം 41 10 വാക്യമാണ് ഞാൻ പറഞ്ഞത്. എത്ര വാസ്തവമാണല്ലേ? നഹൂം പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു. താങ്കൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. അതേ സുഹൃത്തെ, താങ്കളെ അവൻ അറിയുന്നു. ഇക്കാര്യം താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കോടാനുകോടി ജനങ്ങളിൽ ഒരു അപ്രധാന വ്യക്തിയാകുന്നു ഞാനെന്ന് ചിന്തിച്ചേക്കാം. അല്ല, ഒരിക്കലുമല്ല. നിങ്ങളെ ആരും അറിയുന്നില്ല എന്നായിരിക്കും നിങ്ങളുടെ പരാതി. ഞാൻ പറയട്ടെ, നിങ്ങൾ അതുല്യമായി സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയാകുന്നു. എത്ര പരിമിതികളുണ്ടെങ്കിലും, ഏറ്റവും താണ തരത്തിലുള്ളൊരു വീട്ടിൽ ജനിച്ചതാണെങ്കിലും, പണമില്ലാത്ത ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, എന്തെങ്കിലുമൊക്കെ ശാരീരിക വൈകല്യമുള്ള ഒരു വ്യക്തിയാകുന്നുവെങ്കിലും താങ്കളെ ദൈവം സ്നേഹിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ലോകം നിങ്ങളെ അറിയുന്നില്ലായിരിക്കാം. സമൂഹത്തിൽ നിങ്ങൾ അവഗണിക്കപ്പെട്ടവനായിരുന്നിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ചെയ്ത തെറ്റുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളെ മറ്റുള്ളവർ അവഗണിക്കുന്നത് അല്ലെങ്കിൽ വെറുക്കുന്നത്. സാരമില്ല, തിരുത്താൻ തയ്യാറാകുന്നു എങ്കിൽ നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാക്കുവാൻ ദൈവം മതിയായവനാണ്. ദൈവം നിങ്ങളെ അറിയുന്നത് കൊണ്ട് നിങ്ങളുടെ സകല കാര്യങ്ങളും അവൻ ശരിയായി മനസ്സിലാക്കും. മറ്റാരേക്കാളും അധികമായി ദൈവം താങ്കളെ നന്നായി സഹായിക്കുന്നതിന് കഴിവുള്ളവനാണ്. ഇനിയും ഈ 33 7-8 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. 7 വാക്യം: ഇതാ അവരുടെ ശൗര്യവാന്മാർ പുറത്ത് നിലവിളിക്കുന്നു, സമാധാനത്തിൻ്റെ ദൂതന്മാർ അതിദുഃഖത്തോടെ കരയുന്നു. പെരുവഴികൾ ശൂന്യമായി കിടക്കുന്നു, വഴിപോക്കർ ഇല്ലാതെയായിരിക്കുന്നു. അവൻ ഉടമ്പടി ലംഘിച്ചു, പട്ടണങ്ങളെ നിന്ദിച്ചു, ഒരു മനുഷ്യനെയും അവൻ ആദരിക്കുന്നില്ല. സമാധാനത്തിൻ്റെ കൂടിയാലോചനകൾ നടക്കുമ്പോൾ തന്നെ യുദ്ധം ആരംഭിക്കുന്നതായി നാം ലോകത്ത് പലയിടത്തും കാണുന്നുണ്ട്. ഒരു വശത്ത് ആയുധങ്ങൾ നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള കൂടിയാലോചനകൾ, അതേസമയം മറുവശത്ത് പുതിയ പുതിയ ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള ഗവേഷണങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ ഇന്ന് സമാധാനത്തെക്കുറിച്ച് വളരെയധികം പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലല്ല നാം അത് ചെയ്യുന്നത് എന്ന് മാത്രം. 13 വാക്യം നോക്കിക്കാട്ട്: ദൂരസ്ഥന്മാരെ ഞാൻ ചെയ്തത് കേൾപ്പീൻ, സമീപസ്ഥന്മാരെ എൻ്റെ വീര്യപ്രവൃത്തികൾ ഗ്രഹിപ്പീൻ. ഇവിടെ ദൂരസ്ഥർ എന്ന് പറഞ്ഞിരിക്കുന്നത് അന്യജാതിക്കാരെയും സമീപസ്ഥർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേല്യരെയും കുറിച്ചാണ്. സകലവും ദൈവത്തെ അറിയുവാനുള്ള ആഹ്വാനമാണ് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ദൂരസ്ഥരും സമീപസ്ഥരും, യഹൂദന്മാരും യവനന്മാരും എല്ലാവരും ജീവിക്കുന്നവനായ ദൈവത്തെ അറിയേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥ ദൈവവിശ്വാസമില്ലാത്ത ഇസ്രായേലിനെ കുറിച്ചാണ് 14 വാക്യത്തിൽ സിയോനിലെ പാപികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവൻ വിശുദ്ധനായ ദൈവമാണ്. അശുദ്ധർക്ക് അവൻ്റെ മുൻപിൽ സ്ഥാനമില്ല. ഒരു ന്യായവിധി വരുവാൻ പോകുന്നു. അത് നിസ്സാര കാര്യമല്ല.
യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ ദൂതാണ് ഇവിടെ നൽകുന്നത്. മനുഷ്യർ അത് ശ്രദ്ധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇനി 15ഉം 16ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. പാറക്കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും. അവൻ്റെ അപ്പം അവന് കിട്ടും. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതിമാനായി തീർന്നവൻ ദൈനംദിന ജീവിതത്തിൽ നീതിയിൽ നടക്കേണ്ടത് ആവശ്യമാകുന്നു എന്നത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം. ആരാണ് ഉയരത്തിൽ വസിക്കുന്നത്? പാറക്കോട്ടകൾ അഭയമായിരിക്കുന്നത് ആർക്കാണ്? ആഹാരവും വെള്ളവും മുടങ്ങിപ്പോകാതിരിക്കുന്നത് ആർക്കാണ്? നീതിയായി നടന്ന് നേര് പറയുന്നവർ, പീഡനത്താലുള്ള ആദായം വെറുക്കുന്നവർ, കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുന്നവർ, രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ ചെവി പൊത്തുന്നവർ, ദോഷത്തെ കണ്ട് രസിക്കാതെ കണ്ണ് തുടച്ചു കളയുന്നവർ, ഇങ്ങനെയുള്ളവരാണ് ഉയരത്തിൽ വസിക്കുന്നത്. അവർക്കാണ് ദൈവം അഭയകേന്ദ്രമായിരിക്കുന്നത്. ദൈവം അവരുടെ കാര്യം ഏറ്റെടുത്ത് നടത്തും. അവൻ തന്നെ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതുപോലെയുള്ള ഒരു ഭാഗം 15-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത് ആരാണ് അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ, വിശുദ്ധ പർവ്വതത്തിൽ നിൽക്കുന്നത് എന്നത്രേ. 24-ാം സങ്കീർത്തനത്തിലും ഇതേ ആശയം നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി 33-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും നാം ബാബേലിന് യൂഫ്രട്ടീസ് നദിയെക്കുറിച്ച് പ്രശംസിക്കുവാനുണ്ടായിരുന്നു എന്ന് കാണുന്നു. അശൂരിന് ടൈഗ്രീസ് നദിയും മിസ്രൈമിന് നൈൽ നദിയും പ്രശംസാകാരണമായിരുന്നു. എന്നാൽ യെരുശലേമിനൊരു നദിയോ തുറമുഖമോ പ്രശംസയായിട്ടുണ്ടായിരുന്നില്ല എന്ന് കാണും. കർത്താവ് തന്നെ ഇസ്രായേലിൻ്റെ രക്ഷയുടെയും അനുഗ്രഹത്തിൻ്റെയും ഉറവിടമായിരിക്കുമെന്നത്രേ ഇവിടെ നാം കാണുന്നത്. സമാധാനപ്രഭുവായ രാജാവ് ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഇവിടെ യഥാർത്ഥ സമാധാനമുണ്ടായിരിക്കും. ഇസ്രായേലിന് പ്രശംസിക്കുവാനായിട്ടുള്ളത് കർത്താവ് മാത്രമാണ്. പൗലോസ് അപ്പോസ്തലൻ പ്രകാരം പറഞ്ഞു, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പ്രിയ സുഹൃത്തേ, താങ്കളുടെ പ്രശംസ എന്തിലാകുന്നു? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലോകസ്ഥാപനം മുതൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രജകളായി തീരുന്നവർ ഭാഗ്യമുള്ളവരാകുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവർ ദൈവശക്തിയിൽ ഉയരങ്ങളിൽ വസിക്കുന്ന അനുഭവമാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത. ദൈവരാജ്യത്തെ അതിൻ്റെ ശക്തിയോടുകൂടെ അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തക പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ ഞങ്ങളെ എഴുതി അറിയിച്ചാലും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.